ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 മണി. ഇന്നൊരു കുട്ടി ട്രിപ്പ് പോവുകയാണ്. നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ നമ്മളൊരു 5 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മളൊന്ന് ഒരുങ്ങി വന്നപ്പോഴത്തേക്കും നല്ല വെളിച്ചം വെച്ചു കേട്ടോ. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും തന്നെ ഇപ്പം നല്ല വെളിച്ചമുണ്ട്. അങ്ങനെ നമ്മൾ ഷൊർണൂരിലോട്ട് ബസ് കയറി. എന്നിട്ട് നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ട്രെയിനിലാണ് നമ്മൾ നിലമ്പൂരിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ട പോലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. കുറേ ദൂരമൊന്നുമില്ല കേട്ടോ. അവിടെ എത്തി നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ മനസ്സിലായി നമുക്കൊരു 3/4 മണിക്കൂറോളം ഇനിയും ബാക്കിയുണ്ട് ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. എന്നിട്ട് നമ്മൾ ട്രെയിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതിൽ കയറിയിട്ട് നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തി അവിടെ നിന്ന് നമ്മൾ ഓട്ടോയിലാണ് പിന്നെ മ്യൂസിയത്തിലോട്ട് പോയത് കേട്ടോ. തേക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ജസ്റ്റ് ഒരു മ്യൂസിയം മാത്രമായിരുന്നു. പക്ഷേ അവിടെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്ന പൈസ. അപ്പോൾ നമ്മൾ ആ ഒരു പൈസ കൊടുത്ത് കയറുന്നതിൽ നല്ല വേർത്തായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും എല്ലാം അടിപൊളിയായിരുന്നു. മ്യൂസിയത്തിനുള്ള ആർട്ട് വർക്ക്സ് ആയാലും വുഡൻ വർക്ക്സ് ആയാലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. മുഴുവനായിട്ടും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയി. അതിനുശേഷം നമ്മൾ നേരത്തെ ഈ ഒരു സ്ഥലം കണ്ടു. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. 2 തവളകളിരുന്ന് ചെസ്സ് കളിക്കുന്ന ഒരു സ്റ്റാച്യു പോലൊരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഊഞ്ഞാലുകളുണ്ടായിരുന്നു. നമ്മൾ ഹനുവിനെയൊക്കെ ഇരുത്തി ആട്ടി പിന്നെ നമ്മൾ ആടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഈ ഒരു കംപ്ലീറ്റ് സ്ഥലത്തെന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതും പല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാംബു ട്രീസൊക്കെ കൂടിയിട്ടുള്ളൊരു ബാംബു ഫോറസ്റ്റ് പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഫുൾ ബാംബു ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതായത് ബാംബു ട്രീസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുൾ ഫോറസ്റ്റ് ആകുന്നു. അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സംഭവം കണ്ടു. അതായത് ഇങ്ങനെ ഒരു കെട്ടിടം, ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതാ കാണുന്ന ഒരു കെട്ടിടമില്ല, അതിൻ്റെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് ഈ കാണുന്നത് പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ച് കഴിച്ചു. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ മ്യൂസിയത്തിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ നേരെ ഷൊർണൂരിലോട്ട് പോരുന്ന സമയത്ത് നല്ല മഴയായിരുന്നതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിനിപ്പോൾ വീട്ടിൽ പോവുകയാണ്. എല്ലാവർക്കും ബൈ.